ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് എന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഒഫ്താൽമോളജിയിലാണ് പോസ്റ്റിംഗ് ഉള്ളത്. അതൊരു 4 മണി വരെയൊക്കെ ഉണ്ട്. അപ്പൊ 4 മണി വരെയുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പൊ വന്നു. അപ്പൊ എനിക്ക് ഇനി പോയി ഒന്ന് ഫ്രഷ് ആവണം, പിന്നെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടൊക്കെ കഴിക്കണം, പിന്നെ ഇന്ന് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് എഴുതി വെക്കണം, ഓരോന്നോരോന്നായിട്ട് ചെയ്യണം. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം, വായോ. അപ്പോഴാ ഞാൻ ഓടിപ്പോയി ബോഡി വാഷ് ഒക്കെ ചെയ്തു. അതിനുശേഷം ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് നല്ല ഹോർലിക്സ് ഒക്കെ ഇട്ട് ചായ കുടിക്കാൻ വേണ്ടി തോന്നി. പിന്നെ വീട്ടിലെ കുറച്ച് റസ്ക് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ടൊന്ന് കഴിക്കാൻ വേണ്ടി തോന്നി. എന്നെ സംബന്ധിച്ചോളം നമുക്ക് മൈൻഡൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കണമല്ലോ. അതിന് എന്നെ സഹായിക്കുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, നല്ല ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് മൈൻഡൊക്കെ ഹാപ്പി ആയിട്ട് വെച്ചിരിക്കുക. അപ്പൊ അതിലെ ഒരു കാര്യം ചെയ്തിട്ട് ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ ബാഗൊക്കെ എടുത്തിട്ട് ബുക്സും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചു. അതിനുശേഷം ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ് പോലെ ഞാൻ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. Oh, that's real good. അപ്പൊ എനിക്കിപ്പോ ഒഫ്താൽമോളജിയിലാണ് പോസ്റ്റിംഗ് ഉള്ളത് കേട്ടോ. അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ എഴുതാനുണ്ടായിരിക്കും. സെമിനാർ, ഹോം അസൈൻമെന്റ്, മ്യൂസിയം സ്റ്റഡി, ഷോർട്ട് കേസ്, അങ്ങനെ കുറെ എഴുതാനുണ്ട്. ഇപ്പൊ 2 ആഴ്ച പോസ്റ്റിംഗേ ഉള്ളൂ. അപ്പൊ അതിനുള്ളിൽ അത് എഴുതി വെക്കുകയും വേണം. അതുകൊണ്ട് തന്നെ എഴുതാനുള്ള കാര്യങ്ങൾ ആദ്യം എഴുതി വെക്കാന്ന് ഓർത്തു. അതായത് ഓരോ ദിവസത്തിൽ എഴുതാനുള്ള കാര്യങ്ങൾ അന്നന്ന് എഴുതി പോവാന്ന് ഓർത്തിട്ട്, അപ്പൊ എഴുതാനുള്ള കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ തീർക്കാന്ന് ഓർത്തിട്ട് ഞാൻ അതാട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇപ്പൊ ഒഫ്താൽ പോസ്റ്റിംഗ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയിട്ടോ. അപ്പൊ അത്രയും ദിവസത്തെ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ബാക്കിയും കൂടെ എഴുതാന്ന് വെച്ചു. കാരണം അന്നന്ന് എഴുതി പോവുകയാണെങ്കിൽ കുറച്ച് വർക്ക് അങ്ങ് കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് എഴുതേണ്ട അവസ്ഥയും. അതാകുമ്പോ എഴുത്തും പഠിത്തവും എല്ലാം കൂടെ ആയിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചു. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കി കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അന്നെടുത്ത തീരുമാനം വളരെ നന്നായി തോന്നി. കാരണം ഫുൾ നോട്ട് എഴുതി കഴിഞ്ഞപ്പോഴേക്കും ബുക്കിന്റെ പകുതി പേജും കഴിഞ്ഞു. പകുതിയല്ല, 3/4 പേജും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഇൻ കേസ് ഇതുവല്ലോ ഞാൻ പോസ്റ്റിംഗ് എക്സാമിന്റെ തലേന്ന് വല്ലതും വെച്ചിരുന്നെങ്കിൽ നല്ല പണി കിട്ടിയേനെ. വീഡിയോ കാണുന്നതിൽ മെഡിക്കോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് റിലേറ്റബിൾ ആണ്. കാരണം അവർക്കും കുറേ കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടായിരിക്കും. എന്തായാലും കിട്ടുന്ന കുറച്ച് സമയത്തിൽ എഴുതി വെക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മുടെ എക്സാമിന്റെ സമയമൊക്കെ ആവുന്ന സമയത്ത് ഇത് എഴുതണം, പഠിക്കുകയും വേണം, എന്താ ചെയ്യേണ്ടെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ എഴുതാനുള്ളതും കാര്യങ്ങളൊക്കെ നമ്മുടെ പഠിത്തത്തിന്റെ ഷെഡ്യൂളിൽ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആദ്യത്തെ ഒരു പേജ് എഴുതിയപ്പോ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് മടുത്തു. അപ്പൊ ഞാൻ ഓർത്ത്, ഞാൻ എന്തിനാ ഇങ്ങനെ ഇരുന്ന് ഡ്രൈ ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു, വല്ല പാട്ടൊക്കെ കേട്ട് എഴുതിക്കൂടെ എന്ന് ഓർത്തിട്ട് ആ പെട്ടെന്ന് ബോധം വന്നിട്ടാണ് ഞാൻ പാട്ടൊക്കെ കേട്ടിട്ട് എഴുതാന്ന് വെച്ചു. ഒരു പക്ഷെ നമുക്ക് ഒരു ലോഡ് എഴുതാനുണ്ടെങ്കിൽ പോലും നമ്മൾ പാട്ടൊക്കെ കേട്ടിട്ടാണ് എഴുതുന്നെങ്കിൽ നമ്മൾ എഴുതി തീർക്കുന്ന പേജുകളുടെ എണ്ണം എത്ര പെട്ടെന്നാ തീരുന്നതെന്ന് നമുക്ക് പോലും മനസ്സിലാവത്തില്ല. ഇതുപോലെ പാട്ടൊക്കെ കേട്ട് എഴുതാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ കേട്ടിട്ട് എഴുതാൻ വേണ്ടി. പണ്ടൊക്കെ റെക്കോർഡോ ലോഗ് ബുക്കോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ പാട്ടൊക്കെ കേട്ടിട്ടായിരിക്കും എഴുതുന്നത്. ഭയങ്കര വൈബായിരുന്നു.
ആദ്യത്തെ പണി കഴിഞ്ഞിട്ട് അടുത്ത പണിയിലോട്ട് പോവുകയാണ്. വേറെ ഒന്നുമല്ല, ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി. അതും വലിയ കാര്യമൊന്നുമല്ല, ഒരു സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഹൈലൈറ്റ് മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോഴേക്കും മഷ്റൂമും പിന്നെ ബ്രൊക്കോളിയും അതൊക്കെ കണ്ടപ്പോഴേക്കും അതൊക്കെ വെച്ചൊരു സാലഡ് ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു മനസ്സിലൊരു തോട്ട് വന്നപ്പോൾ എന്നാ പിന്നെ മേടിച്ചതാണ്. സംഭവം ഉണ്ടാക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ്, അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് പഠിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും കറണ്ട് പോയപ്പോഴേക്കും പഠിക്കാനുള്ള മൂഡും പോയി. അപ്പൊ ഞാൻ ഓർത്ത് പടക്കളം മൂവി കാണാലോ എന്ന് ഓർത്തിട്ട് ഇട്ടു. അത് ഇട്ട് ഒരു 2-3 മിനിറ്റ് ആയപ്പോഴേക്കും കറണ്ട് വന്നു. പിന്നെ ഏതായാലും വിട്ടതല്ലേ എന്ന് ഓർത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഇരുന്ന് മൂവി കണ്ടു. അത് കഴിഞ്ഞിട്ടാണ് പഠിക്കാൻ വേണ്ടി പോയത്. അങ്ങനെ ഇതാ നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ്. സംഭവം ഞാനിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒഫ്താൽമോളജിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ പോസ്റ്റിങ്ങിനനുസരിച്ചിട്ടാണ് ഞാൻ പഠിച്ചു പോകുന്നത്. ഇപ്പോൾ ഒഫ്താൽമോളജിയിലാണ് പോസ്റ്റിങ്, അതുകൊണ്ട് തന്നെ ഒഫ്താൽമോളജി പഠിക്കാന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. സംഭവം ഒഫ്താൽമോളജിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിക്കും മറന്നു. അപ്പം നമ്മൾ ഓർക്കും എല്ലാ വിഷയവും അങ്ങനെ തന്നെയല്ലേ എന്ന്. പക്ഷെ ഒഫ്താൽമോളജി കുറച്ച് കൂടുതൽ അങ്ങനെയാണ്. ഈവൻ നമ്മൾ ഭയങ്കര സൂപ്പറായിട്ട് അയ്യോ എല്ലാം അടിപൊളിയായിട്ട് കൺസെപ്റ്റ് ഒക്കെ അറിയാം എന്ന് പറഞ്ഞ് പഠിച്ചാൽ പോലും ഒഫ്താൽമോളജി പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് മറന്നു. അതാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത. അപ്പൊ അതിന് വേണ്ട കാര്യം എന്ന് വെച്ചാൽ റിവിഷൻ ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം റിവിഷൻ ചെയ്യാൻ പോലും സമയമില്ല. അങ്ങനെ ഫുള്ള് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും ഞങ്ങളുടെ ഒഫ്താൽമോളജിയിലുള്ള സാറുണ്ടല്ലോ, അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഫാക്കൽറ്റി, അതായത് ഒരു പ്രൊഫസർ എന്ന നിലയിലും ആസ് എ പേഴ്സൺ എന്ന നിലയിലും ഒരു അടിപൊളി സാറാണ്. നമ്മൾ ക്ലാസ്സിൻ്റെ ഇടയിൽ സാർ ഓരോ കാര്യങ്ങൾ പറയും, നമുക്ക് പഠിക്കാനുള്ള മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ തരും. അത് തരുമ്പോൾ തന്നെ നമുക്ക് അറിയാണ്ട് പഠിക്കാനുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതായത് ഓക്കെ നമ്മളെ ബെസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുക, ബാക്കി എന്തെങ്കിലും ആവട്ടെ, ബാക്കി കാര്യങ്ങൾ നമ്മൾ കൺസേൺ ആവണ്ട, അങ്ങനെയുള്ള കുറേ നല്ല തോട്ട്സ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് സാറിൻ്റെ അടുത്ത് സംസാരിക്കും നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ ഒരു സബ്ജക്ട് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. പൊതുവെ എനിക്ക് ഒഫ്താൽമോളജി എന്ന് പറയുമ്പോൾ പഠിക്കാൻ വലിയ താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ പഠിച്ചാലും മറന്നുപോകും, അതുകൊണ്ടായിരുന്നു. പക്ഷെ സാറ് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോഴേക്കും പഠിക്കാനുള്ള ആ ഒരു സബ്ജക്റ്റിനോട് നമുക്ക് പൊതുവെ ഇഷ്ടം വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇപ്പൊ പഠിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഞാൻ കുറച്ചേരം ബ്രേക്ക് എടുത്തപ്പോഴേക്കും വൈകുന്നേരം കണ്ട മൂവിയുടെ കുറച്ചേരം ബാക്കി കാണാന്ന് വെച്ചു. എന്തോ എനിക്ക് ആ മൂവി അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഒന്ന് കണ്ടിരിക്കാനും അല്ലെങ്കിൽ അടുത്തിനി എന്ത് സംഭവിക്കുന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് എവിടുന്നോ ഒരു വിശപ്പും കൂടെ വന്നു. അപ്പം ഞാൻ പിന്നെ കുറച്ച് സ്ട്രോബെറീസ് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് സ്ട്രോബെറി. അതും ഇത്തവണ മേടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതോടെ കഴിഞ്ഞിട്ട് ഇന്നത്തെ ലാസ്റ്റ് സെക്ഷൻ പഠിത്തത്തിലേക്ക് പോവാണ്. അപ്പൊ ഇതോടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കും. അപ്പം അതോടെ കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ബുക്കൊക്കെ മടക്കി വെച്ചു, കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.